കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങനെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം, അതായത് പല ദിശകളിൽ നിന്ന് ഈ തീ അണയ്ക്കാനുള്ള ഒരു നീക്കം നടത്തുക എന്നൊരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. കാരണം ഒരു ദിശയിലൂടെ മാത്രം വെള്ളം ഒഴിച്ചാൽ കെടുന്ന അവസ്ഥയിലല്ല തീയും പുകയും ഉള്ളത്. അത് തന്നെയാണ് സാഹചര്യം. പട്ടത്തെ SNDP യോഗം മന്ദിരത്തോട് ചേർന്നാണ് ഈ ഫർണിച്ചർ ഗോഡൌൺ. ആ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സേനാ യൂണിറ്റുകൾ എത്തിക്കൊണ്ട് ഈ വശത്തുകൂടിയുള്ള ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനടുത്തേക്ക് മാസ്ക് ധരിക്കാതെ ആർക്കും എത്താൻ കഴിയുമായിരുന്നില്ല. അത്രയും വലിയ പുകയാണ് ഉയർന്നുകൊണ്ടിരുന്നത്, തീയാണ് ഉയർന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഭാഗികമായെങ്കിലും അവിടേക്ക് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് അതിന് സമീപത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു കെട്ടിടം ഏതാണ്ട് അതിനുള്ളിലെ ആ ഗോഡൌണിലെ ഏറെക്കുറെ വസ്തുക്കൾ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ്. ഇപ്പോൾ അത് വെട്ടിപ്പൊളിച്ച് ഇപ്പോൾ പുറത്തേക്ക് അത് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് പുക പുറത്തേക്ക് വരുന്നു. ആ പുക ഉയർന്ന സ്ഥലം മുഴുവൻ വലിയ തരത്തിൽ തീഗോളമായിരുന്നു. അപ്പൊ കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കൊണ്ട് അതിനുള്ളിലേക്ക് തീ അണയ്ക്കാനായി കടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ പുകപടലങ്ങളാണ്, തീയേക്കാൾ കൂടുതൽ ഇപ്പോൾ വലിയ പുകപടലങ്ങളാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നതാണ് അവസ്ഥ. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തുകയാണ്. എന്തായാലും തീപിടുത്തത്തിൻ്റെ കാരണം അറിയേണ്ടതുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം അതിൻ്റെ സുപ്രധാനമായ ഘട്ടം പിന്നിടുകയാണ്. തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ തീപിടിച്ച വസ്തുക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ ഉയരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രദേശത്തേക്ക് എത്തുന്നതിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതാണ് സാഹചര്യം. ഫർണിച്ചർ ഉപകരണങ്ങൾ അതിൽ നിന്ന് പടരുന്ന തീ ആയതിനാൽ തന്നെ പുകപടലങ്ങൾ അതിരൂക്ഷമാണ് എന്നതാണ് സാഹചര്യം. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് അവിടെ ഉണ്ടായതെന്നാണ് മനസ്സിലാവുന്നത്. ഫർണിച്ചർ ഉപകരണങ്ങൾ നിരവധി കത്തി നശിച്ചു. അപകട കാരണത്തിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ വലിയ ഇടപെടലുണ്ടാകുന്നു. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ 4 or 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. കാരണം എന്ത് എന്ന കാര്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവേണ്ടി വരും. ഡാൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ വേനൽക്കാലമല്ല, അത്ര രൂക്ഷമായ ചൂട് അനുഭവപ്പെടുന്നുമില്ല. എന്താണ് ഈ തീപിടുത്തം ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള സാധ്യതകളാണോ കൂടുതലായി സംശയിക്കപ്പെടേണ്ടത്? അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചും ഔദ്യോഗികമായി ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇപ്പോൾ തീ അണയ്ക്കുന്നതിന് മാത്രമാണ് തങ്ങൾ മുൻഗണന നൽകുന്നത്. അത് അണച്ചതിന് ശേഷം മാത്രമേ എന്താണ് ഇതിന്റെ കാരണത്തിലേക്ക് നയിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ കഴിയും. നിലവിൽ തീ അണയ്ക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് നടത്തുന്നത്. ഇപ്പോൾ ഒരു സമീപത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് യൂണിറ്റിന് വെള്ളം തീർന്നു. അതുകൊണ്ട് പുതിയ യൂണിറ്റ് എത്തിച്ച് വെള്ളം അതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. കാരണം 4 യൂണിറ്റുകൾ ഒരുമിച്ച് ഒരേ സമയം പ്രവർത്തിപ്പിച്ചിട്ടും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയാതിരുന്ന സാഹചര്യം എത്തിയതോടെയാണ് കൂടുതൽ യൂണിറ്റുകൾ വെള്ളവുമായി എത്തി. ആ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നത്. അതിന് സമീപത്തായി തീ പിടിച്ച ഫർണിച്ചർ ഗോഡൌണിന് സമീപത്തായി പോലീസിന് അല്ലെങ്കിൽ അഗ്നിശമന സേനയ്ക്ക് ഇപ്പോൾ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വലിയ ഓട്ടിലൂടെ ഈ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്ത് എത്തിച്ച് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രമകരമായ ഒരു ദൗത്യം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അറിയാം. അത്ര ശ്രമകരമായ വലിയ ദൗത്യമാണ്. നോക്കൂ, അവിടെ വെള്ളം എത്തിച്ച് തീ അണയ്ക്കുന്നതിന് കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ വെള്ളം എത്തിച്ച് അണയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം തീ അണയ്ക്കുന്നതിന് സാധ്യമായ ഒരു പ്രദേശം അവിടെ വെട്ടിപ്പൊളിച്ച് തന്നെ ആളുകൾ അവിടെ പ്രവേശിച്ചുകൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വലിയ ദൗത്യമാണ്, വലിയ പുകപടലങ്ങൾ, അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. രക്ഷാപ്രവർത്തനത്തിലുള്ള ഏറ്റവും വലിയ തടസ്സവും അതുതന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്തും നഗരമേഖലകളിലുമുള്ള നിരവധി യൂണിറ്റുകൾ അവിടെ എത്തിച്ച് വെള്ളം അവിടേക്ക് കൊണ്ടുവന്ന് വെള്ളം ചീറ്റിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഫർണിച്ചർ ഉപകരണങ്ങൾ വ്യാപകമായി തീപിടുത്തത്തിൽ നശിക്കപ്പെട്ടിട്ടുണ്ടാവാം. കാരണം അത്ര വലിയ തീപിടുത്തമാണ്. മാത്രമല്ല പ്ലാസ്റ്റിക്കും അനുബന്ധ വസ്തുക്കളൊക്കെ ഈ തീപിടിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് കൂടിയാവാം ഏറ്റവും ഉയർന്ന ഈ തരത്തിലുള്ള പുക പടർന്നതിന് കാരണവും.
ഫർണിച്ചർ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. സമീപത്തെ കെട്ടിടത്തിനും സമീപങ്ങളിലെ മറ്റു ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ നിന്നുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. തൊട്ട് പിറകിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ ജനൽ ഭാഗമൊക്കെ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് സാഹചര്യം. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. പട്ടം പ്ലാമൂട്ടിലെ ഒരു ഫർണിച്ചർ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഫർണിച്ചർ ഉപകരണങ്ങൾ, നിരവധി വസ്തുക്കൾ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട്. അവിടുന്ന് പടരുന്ന പുകപടലങ്ങളാണ് ദൃശ്യങ്ങൾ. പൂർണ്ണമായും തീ അണച്ചിട്ടില്ല. ഇപ്പോഴും അവിടുന്ന് പുക പടരുന്നത് നമുക്ക് കാണാനാവും. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള നീക്കങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് ഒരു പക്ഷേ രക്ഷാപ്രവർത്തകരും ഒരു ബ്രീഫിംഗ് തരുമെന്ന് നമുക്ക് കരുതാം. എന്താണ് സംഭവിച്ചതെന്ന കാര്യം. ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും തിരക്കേറിയ സമയത്തിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. പട്ടം പ്ലാമൂട്ടിലാണ്, ഫർണിച്ചർ ഗോഡൌണിലാണ് ഈ സംഭവം ഉണ്ടായത്. ഫർണിച്ചർ ഗോഡൌണിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ്. രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതാണ് നമുക്ക് കാണുന്നത്. പുകപടലങ്ങൾ ഏറെക്കുറെ ശമിച്ച മട്ടാണ്. തീ എത്തിച്ച് കൂടുതൽ വെള്ളം എത്തിച്ച് തീ അണച്ചിട്ടു. ഹലോ 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 ഇത് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. പ്രദേശത്ത് വലിയ സമീപ കെട്ടിടങ്ങൾക്ക് പോലും നാശനഷ്ടമുണ്ടായെന്ന് വേണം മനസ്സിലാകാൻ. തീപിടുത്തം സമീപത്തെ ചില കെട്ടിടം തൊട്ട് ചേർന്നിരുന്ന ചില കെട്ടിടങ്ങൾ കൂടി നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തീപിടുത്തത്തിൻ്റെ കാരണം അതറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വലിയ തീപിടുത്തം, വലിയ പുക ഇപ്പോഴും അവിടുന്ന് ഉയരുന്നുണ്ട്. തീ അണയ്ക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോഴും അവിടുന്ന് പുക ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? വലിയ പുക, ഒരുപക്ഷെ തീയേക്കാൾ ഈ പുക ഉയർന്നുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്കും ആ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ടോ ദൗത്യം? പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. 3 യൂണിറ്റുകൾ കൂടി നിലവിലുണ്ടായിരുന്ന 4 യൂണിറ്റുകൾക്ക് പുറമെ 3 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തിച്ചുകൊണ്ടാണ് 4 യൂണിറ്റുകൾക്ക് പുറമെ 3 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും വലിയ ഈ രൂക്ഷമായ ഗന്ധമാണ് ഈ പുകയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കാരണം ഇത് റബ്ബർ മെറ്റീരിയൽസും ചൂരലുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനൊരു സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. ആദ്യം തന്നെ ഇത് സമീപത്തെ ആളുകൾ കൂടി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ഇത് പെട്ടെന്ന് ഈ സമീപത്തെ സ്ഥലങ്ങളിലേക്ക് കൂടി കത്തിപ്പടയും. നമുക്കറിയാം, ഇവിടെ നോക്കുമ്പോൾ അടുത്തുള്ള കെട്ടിടങ്ങളുടെ ജനലുകളും അതിൻ്റെ അഴികളുമൊക്കെ ആ ഭാഗങ്ങൾ ചില്ലുകൾ ഉൾപ്പെടെ കരിഞ്ഞ് ആ ജനൽപ്പാളികൾ പൂർണ്ണമായി കരിഞ്ഞു പോയൊരവസ്ഥയാണ്. സമീപ സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ ഒരു തീവ്രത എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രയും വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്ന കാര്യം. അത്രയും ശ്രമകരമായൊരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഈ തീ ഇത്രയുമെങ്കിലും അണയ്ക്കാൻ അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായത്. അപ്പോൾ എന്തായാലും 10:30-യോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആദ്യം പുക ഉയർന്നത് 10:30-യോടെയാണ്. പിന്നീട് വളരെ വേഗത്തിൽ ഈ സ്ഥലത്തേക്ക് കത്തി
തീ പടരുകയായിരുന്നു. ഒരു ഭാഗം പൂർണ്ണമായി റബ്ബർ മെറ്റീരിയലുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ഭാഗം പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഇത് തീപിടിച്ച എപ്പോഴായിരുന്നു? 10:20. ഓക്കെ. ഈ ഒരു ഭാഗത്താണോ അതോ ഇവിടെ ഈ പറയുന്ന അവിടെ നിന്ന് ഞങ്ങൾ അപ്പുറത്ത് ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ഇത് അകത്തുനിന്ന് കത്തി വരണമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് പോസിറ്റ് അണച്ചായിരുന്നു. ഇതിൽ എന്ത് വസ്തുക്കളായിരുന്നു? ഈ തടി ഫർണിച്ചറിൻ്റെ പഴയ ഫർണിച്ചർ ഉണ്ടല്ലോ, കുഷ്യൻ അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ സ്ഥാപനത്തിൻ്റെ പേരെന്താ?